ഇത്തവണത്തെ കോർപ്പറേഷൻ ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അശേഷം സംശയമില്ല. എന്തുകൊണ്ടെന്നാൽ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന്, കണ്ണൂർ കോർപ്പറേഷനിലെ മത്സരം പ്രധാനമായും LDFും UDFും തമ്മിലാണ്. ഏത് പാർട്ടിയിൽപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളായാലും അവർക്ക് LDF എന്തിന് വേണ്ടി നിലനിൽക്കണമെന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ജനക്ഷേമത്തിൻ്റെ കാര്യത്തിൽ എന്താണ് 9.5 കൊല്ലക്കാലമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്നത്, അവരേത് പാർട്ടിയായാലും അത് കൃത്യമായ നിലക്ക് ജനങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും LDFിന് അനുകൂലമായിട്ട് അവർ വോട്ട് രേഖപ്പെടുത്തും. രണ്ടാമത്തെ കാര്യം, വികസനത്തിൻ്റെ ഒരു വസന്തകാലം അതാണ് പിന്നിട്ട് പോയിട്ടുള്ള 9.5 കൊല്ലക്കാലം ഈ കേരളത്തിൽ കാണാൻ കഴിയുന്നത്. സമസ്ത മേഖല വികസനമാണ്. അതോടൊപ്പം തന്നെ കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യം പരിശോധിക്കുമ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ട് രണ്ട് മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെക്കുകയാണ്. ഒന്ന്, UDFിൻ്റെ അഴിമതി ഭരണത്തിനെതിരെ, രണ്ട്, UDFിൻ്റെ വികസന വിരുദ്ധതയ്ക്കെതിരെ. പിന്നിട്ട് പോയിട്ടുള്ള 5 വർഷക്കാലം എന്തെങ്കിലും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വികസന കാര്യം ഈ കോർപ്പറേഷൻ പരിധിയിൽ നടന്നുവെന്ന് UDFിന് പറയാനാവില്ല. അതോടൊപ്പം തന്നെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് തികച്ചും പക്ഷപാതപരമായിട്ടുള്ള ഭരണമാണ്. LDFിൻ്റെ കൗൺസിലർമാർക്ക് ഒരു നിലക്കുമുള്ള അംഗീകാരം കൊടുക്കാൻ ഇവർ സന്നദ്ധമല്ല. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ മുന്നണി നടപ്പിലാക്കുന്ന ഒരു പരിപാടികളും ഈ കോർപ്പറേഷൻ പരിധിയിൽ നടപ്പിലാക്കാൻ UDF സന്നദ്ധമല്ല. അതോടൊപ്പം തന്നെ ഇവിടെ കവി പറഞ്ഞ പോലെ ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം. ഇതാണ് ഭരണത്തിൻ്റെ ആകെ തുക. ഏതു കാര്യം നടന്നാലും അതിനെല്ലാം പണം കിട്ടണം. ഇവിടെ ഔദ്യോഗികമായിട്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം ചേലോറ ട്രെഞ്ച് ഗ്രൗണ്ട്, അവിടെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞത് 1.77 കോടി ഉറുപ്പിക തട്ടിച്ചിരിക്കുന്നുവെന്നാണ്. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ എല്ലാ കോർപ്പറേഷനിലും മാലിന്യ പ്രശ്നമുണ്ട്. 2 ആഴ്ചക്കാലം മാലിന്യം നിന്ന് കത്തിയത് നമ്മളെല്ലാം പത്രത്തിൽ വായിച്ചതാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് പ്രശ്നമില്ല, കൊച്ചിയിൽ ആ പ്രശ്നമില്ല, കോഴിക്കോട് പ്രശ്നമില്ല. നേരത്തെ മാലിന്യ കൂമ്പാരമുണ്ടായ സ്ഥലത്ത് അവിടെയെല്ലാം 1-ാം തരം ഉദ്യാനങ്ങളാണ്. ആളുകൾ വൈകുന്നേരം വന്ന് വിശ്രമിക്കുന്നു. ഇവിടെ ചേലോറിൽ എന്താ നില? ചേലോറിയിൽ മാലിന്യ കൂമ്പാരം അതേപോലെ നിൽക്കുന്നു. ഒരു കാര്യം വെച്ച് ചെയ്യാൻ സന്നദ്ധമായിട്ടില്ല. അതിന് മേലെയാണ് 1.77 കോടി ഉറുപ്പിക ഈ കോർപ്പറേറ്റ് തട്ടിച്ചത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് മരക്കാർക്കാണ്ടി സ്വീവേജ് പ്ലാന്റ് 40 കോടിക്കുള്ള പദ്ധതി, അവസാനം അത് ഒന്ന് ചേർത്ത് 140 കോടിയാക്കി 100 കോടിയുടെ തട്ടിപ്പിനുള്ള പദ്ധതി ആവിഷ്കരിച്ചു. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് കണ്ടുപിടിച്ച് റദ്ദ് ചെയ്തിരിക്കാൻ. ഏതു കാര്യം നടത്താലും അതിന് പണം തങ്ങൾക്ക് വേണമെന്നാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഈ കോർപ്പറേഷൻ നടത്തുന്ന പൊതുമരാമത്ത് പ്രവൃത്തികൾ അതിനെല്ലാം നിശ്ചിതമായ റേറ്റാണ്. ആ റേറ്റിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് റിവിഷൻ നടത്തി കൊടുക്കുക. ഒരു പ്രവർത്തനവും നടത്താൻ പണമില്ല, സന്നദ്ധമല്ല. ഇതാണ് ഈ കോർപ്പറേഷൻ തലത്തിലും സ്റ്റേറ്റ് പൊളിറ്റിക്സ് എടുത്താലും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ പ്രകാശ് മാസ്റ്റർ. അതായത് ഇതിനകത്ത് ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിനെ ആകമാനം വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറാൻ പോവുകയാണ്. അതായത് ആദ്യം ജനങ്ങൾ നോക്കുന്നത് പിണറായി വിജയൻ ഗവൺമെന്റിനെ ആയിരിക്കും. അതിനുള്ള ഒരു സാക്ഷ്യപത്രം അതെങ്ങനെയായാലും രേഖപ്പെടുത്തലായിരിക്കും എന്നാണോ നിങ്ങളുടെ ആദ്യത്തെ കോൺഫിഡൻസ്? അതാണോ? തീർച്ചയായിട്ടും ജനക്ഷേമത്തിൻ്റെ കാര്യത്തിൽ സർവ്വകാല റെക്കോർഡും ഭേദിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് LDFിൻ്റെ ഗവൺമെൻറ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നിങ്ങൾക്കെല്ലാം കാണാൻ വേണ്ടി കഴിയും 1500 രൂപ പെൻഷൻ ഉള്ളത് 2000 ആക്കി. എല്ലാ വിഭാഗം സ്കീം തൊഴിലാളികൾക്കും 1000 രൂപ വർദ്ധിപ്പിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വീട്ടമ്മമാർക്ക് 1000 രൂപ പെൻഷൻ, 5.5 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കാൻ. ഇവിടെ ജോലി നേടുന്ന വിദ്യാർത്ഥികൾക്ക് 1000 രൂപയുടെ സ്കോളർഷിപ്പ് പ്രതിമാസം. ഇങ്ങനെ സമൂഹത്തിൻ്റെ നാനാ തലങ്ങളിലും ഞാൻ ഉറപ്പിച്ച് പറയും, ഈ ഗവൺമെന്റിനെ നേട്ടം അനുഭവിക്കാത്ത ഒരൊറ്റ കൊച്ചു കുഞ്ഞു പോലും ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നില്ല.